ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിൻ്റെ മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രി അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ലെവൽ 3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ലെവൽ 4 കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പം ലെവൽ 3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം എന്താ പറയുക, നമ്മൾ 51 വരെയാണ് ചെയ്തത്. 51 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ഇനി 52 മുതൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഈ രീതിയിലല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ സ്റ്റൈലിലാണ് നമ്മൾ മൊബൈലിൻ്റെ ക്യാമറ സെറ്റ് ചെയ്യുന്നത്. കാരണം അതായിരിക്കും കുറേ കൂടി കംഫർട്ടബിൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ പറയാണ്. ഞാനിപ്പോൾ ഈ ടിക്ക് ചെയ്തേക്കുന്നത് നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ശരിയാവില്ല. ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസറായിട്ട് വരുന്നത് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും. അതിൽ ചിലത് മാത്രം എനിക്ക് തെറ്റ് പറ്റിയിട്ട് ഞാനതിൽ എന്താ പറയുക, ഒരു വെട്ടുപോലെ ഇട്ടിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ ANS അവിടെ കൊടുത്തിട്ടുമുണ്ട്. ടിക്ക് ചെയ്ത് കൊടുത്ത ANS അതേ ക്വസ്റ്റ്യൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാവാൻ വേണ്ടി കൊടുത്താണ്. അത് ഇവിടെ അല്ല, ഇനി വരുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് കറക്റ്റ് ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. പക്ഷേ ഇനി പ്രിൻ്റഡ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ പ്രിൻ്റഡ് ആയിട്ടുള്ള ആൻസറിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് തെറ്റ് വരാം. പ്രിൻ്റഡ് ആയിട്ടുള്ള ആൻസർ എന്തായാലും കറക്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ ടിക്ക് ചെയ്തേക്കുന്നത് ചിലപ്പോൾ തെറ്റ് വരാം. കാരണം മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാം. അപ്പം അങ്ങനെ തെറ്റുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് എനിക്ക് പറയാനാവുള്ളൂ. അപ്പം അതൊന്ന് നിങ്ങൾ ഓർക്കുക ദയവായിട്ട്. ഒരു പക്ഷേ ഇപ്പം 50 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ന്യൂട്രോൺസ് ആർ ഒബ്റ്റൈൻഡ് ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആൻസർ C ആണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. മിക്കതും എല്ലാം കറക്റ്റ് തന്നെയാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തെറ്റായ രീതിയിലുള്ള ആൻസറാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പിന്നെ അത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് പറയുന്നത്. CSET എന്നുള്ള രീതിയിൽ തിരുത്തി പറഞ്ഞു പോയില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു അറിവിലൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 52 മുതൽ നമ്മൾ തുടങ്ങിയാണ്. നൈട്രോ സെല്ലുലോസ് ഈസ് യൂസ്ഡ് ടു ഫോം എ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഓൺ പെയിൻറ്റ്സ് ഇൻ ദ കാർബോഡീസ്. Here its functions are as A liqueur, B an antioxidant, C an anti-corrosive, D a pigment. Answer A liqueur. 52. Nitrocellulose is used to form a protective coating on paints in the carbodies. Here it functions as A liqueur, B an antioxidant, C an anti-corrosive, D a pigment. Answer A liqueur. 52. Nitrocellulose is used to form a protective coating on paints in the carbodies. Here it functions as A liqueur, B an antioxidant, C an anti-corrosive, D a pigment. Answer A liqueur. 53. Nitrogen cannot form complexes because A there are no vacant d orbitals, B dissociation energy of N2 is quite high, C electronegativity of nitrogen is more, D it has a stable electronic configuration. Answer A there are no vacant d orbitals. 54. NO2 is A peroxide, B an acidic oxide, C basic oxide, D saline oxide. Answer B an acidic oxide.
55. Nylon 6.6 was first prepared by A. W. Carothers, B. C. Goodyear, C. L. Pauling, D. E. G. Rocco. Answer A. W. Carothers. Answer A. W. Carothers. 56. One should not sleep in a closed room where a charcoal fire is burning because A. Charcoal produces carbon monoxide, which decreases the oxygen content in air. B. Charcoal produces carbon dioxide, which is injurious to health. C. Charcoal increases temperature inside the room. D. None of this. Answer A. Charcoal produces carbon monoxide, which decreases the oxygen content in air. 57. Which of the following properties is not true for an alkali metal? 57. Which of the following properties is not true for an alkali metal? A. Low electronegativity. B. Low ionization energy. C. Low atomic volume. D. Low density. Answer C. Low atomic volume. Answer C. Low atomic volume. 58. Producer gas is a mixture of A. CO and H2. B. CO and N2. C. CH4 and H2. D. CO2 and H2. Answer B. CO and N2. Answer B. CO and N2. 59. Radioactive isotope of hydrogen is 59. Radioactive isotope of hydrogen is A. Hydride iron. B. Tritium. C. Protium. D. Deuterium. Answer B. Tritium. 59. Radioactive isotope of hydrogen is A. Hydride iron. B. Tritium. C. Protium. D. Deuterium. Answer B. Tritium. 60. Soldier is an alloy of 60. Soldier is an alloy of A. Tin and lead. B. Tin and zinc. C. Zinc and lead. D. Zinc and copper. Answer A. Tin and lead. 60. Soldier is an alloy of A. Tin and lead. B. Tin and zinc. C. Zinc and lead. D. Zinc and copper. Answer A. Tin and lead. Answer A. Tin and lead. 61. Some sources of energy are continuously produced in nature and are essentially inexhaustible. Which of the following is such a source? A. Coal and lignite. B. Geothermal power. സോറി തെറ്റിപ്പോയി, ഭയങ്കര തെറ്റായിപ്പോയി. ഒരിക്കൽ കൂടി പറയാണ്. 61. Some source of energy are continuously produced in nature and are essentially inexhaustible. Which of the following is such a source? A. Coal and lignite. B. Geothermal power. C. Natural gas and crude oil. D. Uranium. Answer B. Geothermal power. Answer B. Geothermal power. 62. Sulfur containing amino acid is A. Glycine. B. Cysteine. C. Alanine. D. Leucine. 62. Sulfur containing amino acid is A. Glycine. B. Cysteine. C. Alanine. D. Leucine. Answer B. Cysteine. Answer B. Cysteine. 63. Tellurium is A metal. B. Non-metal. C. Metalloid. D. Transition metal. Answer C. Metalloid. 64. The amount of an ion discharged during electrolysis does not depend upon A. Resistance. B. Time. C. Current. D. Electrochemical equivalent. Answer A. Resistance.
64. The amount of an ion discharged during electrolysis does not depend upon a resistance. B. Time. C. Current. D. Electrochemical equivalent. Answer A. Resistance. 65. The atomic spectra of hydrogen are explained by A. Rutherford's model of the atom. B. Hund's rule of maximum multiplicity. C. Pauli's exhaustion principle. D. Bohr's theory. Answer D. Bohr's theory. Answer D. Bohr's theory. 66. Which of the following is sorry. 66. Which of the following law does not relate to gases? A. Boyle's law. B. Charles' law. C. Luscous law. D. Faraday's law. 66. Which of the following law does not relate to gas? A. Boyle's law. B. Charles' law. C. Lusac's law. D. Faraday's law. Answer D. Faraday's law. At the 67. 66. Which of the following law does not relate to gas? A. Boyle's law. B. Charles' law. C. Lusac's law. D. Faraday's law. Answer D. Faraday's law. Answer D. Faraday's law. 67. The British physicist who received the 1923 Nobel Prize in Physics for discovering the electron is A. John Dalton. B. James Chadwick. C. J.J. Thomson. E. Rutherford. Answer C. J.J. Thomson. Answer C. J.J. Thomson. 68. Which of the following sources meets nearly 80% of the world energy requirements? A. Drug and vegetation waste. B. Nuclear, solar energy, geothermal and wind power. C. Hydro power. D. Fossil fuels. Answer D. Fossil fuels. 68. Which of the following sources meets nearly 80% of the world energy requirements? A. Drug and vegetation waste. B. Nuclear, solar energy, geothermal and wind power. C. Hydro power. D. Fossil fuels. Answer D. Fossil fuels. Answer D. Fossil fuels. 69. The cause of periodicity of properties is A. Increasing atomic radius. B. Increasing atomic weights. C. Number of electrons in the valency orbit. D. The recurrence of similar outer electronic configuration. Answer D. The recurrence of similar outer electronic configuration. 69. The cause of periodicity of properties is A. Increasing atomic radius. B. Increasing atomic weights. C. Number of electrons in the valency orbit. D. The recurrence of similar outer electronic configuration. At the 70. The Central Electrochemical Research Institute is located at A. Bangalore. B. Bhavanagar. C. Karaikudi. D. Hyderabad. Answer C. Karaikudi. 70. The Central Electrochemical Research Institute is located A. Bangalore. B. Bhavanagar. C. Karaikudi. D. Hyderabad. Answer C. Karaikudi. Answer C. Karaikudi. 71. The chemical composition of 4 well-known items that are used in large quantities are given below. Which one is incorrect? A. Washing soda, sodium, hydrogen and aluminium. B.
caustic soda, sodium, hydrogen, and oxygen. C. Baking soda, sodium, hydrogen, oxygen, and carbon. D. Common salt, sodium, and chlorine. Answer D. Common salt, sodium, and chlorine. 71. The chemical composition of four well-known items that are used in large quantities are given below. Which of the following quantities? Sorry, നമ്മൾ ഒരാഴ്ച പറയണം, നമ്മൾ പറയണത് തെറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. 71. The chemical compositions of four well-known items that are used in large quantities are given below. Which one is incorrect? A. Washing soda, sodium, hydrogen, and aluminium. B. Caustic soda, sodium, hydrogen, and oxygen. C. Baking soda, sodium, hydrogen, oxygen, and carbon. D. Common salt, sodium, and chlorine. Answer D. Common salt, sodium, and chlorine. Answer D. Common salt, sodium, and chlorine. Answer D. Common salt, sodium, and chlorine. 72. The electronic repulsion is maximum between A. Shared pair, B. Shared pair, lone pair. C. Lone pair. D. None of this. Answer C. Lone pair, one layer. Answer B. Lone pair, long pair. 72. The electronic repulsion is maximum between A. Shared pair, B. Shared pair, lone pair. C. Long pair, D. None of this. Answer C. Long pair. Answer C. Long pair. 73. The element or elements whose position is anomalous in the periodic table is. 73. The element or elements whose position is anomalous in the periodic table is A. Hydrogen, B. FeCO and Ni. C. Inert gases. D. Hydrogen. Answer D. Hydrogen. 73. The element or elements whose position is anomalous in the periodic table is A. Halogens, B. FeCO and Ni. C. Inert gases. D. Hydrogen. Answer D. Hydrogen. 74. The energy released when an extra electron is added to a neutral gaseous atom is called A. Bond energy, B. Electron affinity, C. Ionization of potential, D. Electronegativity. Answer B. Electron affinity. 75. The half-life period of an isotope is 20 hours. After 6 hours, what fraction of the initial quantity of the isotope will be left? A. 1/6, B. 1/3, C. 1/8, D. 1/4. Answer C. 1/8. Answer C. 1/8. 76. The isomerism which exists between CH3 CHCl2 and CH2 Cl2 Cl is A. Chain isomerism, B. function group isomerism, C. positional isomerism, D. metamerism. 76. The isomerism which exists between CH3 CHCl2 and CH2Cl is A. chain isomerism, B. functional group isomerism, C. position isomerism, D. metamerism. Answer C. position isomerism.
77. Which of the following is weakly acidic? A. Ethyl alcohol. B. Phenol. C. Naphthalene. 77. Which of the following is weakly acidic? A. Ethyl alcohol. B. Phenol. C. Naphthalene. D. Either. And answer B. Phenol. Answer B. Phenol. Answer B. Phenol. 78. The major problem with obtaining nuclear fusion energy is 78. The major problem with obtaining nuclear fusion energy is A. Accelerating the projectile particle. B. Containment of reactors at a high temperature. C. Finding sufficient fuel. D. Explosive nature of fusion. Answer B. Containment of uh, reactors at a high temperature. Answer B. Containment of reactors at a high temperature. 78. The major problem with obtaining nuclear fusion energy is A. Accelerating the projectile particle. B. Containment of reactors at a high temperature. C. Finding sufficient fuel. D. Explosive nature of fusion. Answer B. Containment of reactors at a high temperature. Answer B. Containment of reactors at a high temperature. 79. Which of the following statements about plastics is false? A. Physics are capable of flowing under heat and pressure. B. They can be molded into various shapes. C. All plastics are polymers, but not all polymers are plastics. D. All the plastics are inflammable. Answer D. All plastics are inflammable. Which of the following statements about the plastics is false? A. Plastics are capable of flowing under heat and temperature. B. They can be molded into various shapes. C. All plastics are polymers, but not all polymers are plastics. And which of the following statements about the plastics is false? A. Plastics are capable of flowing under heat and pressure. B. They can be molded into various shapes. C. All plastics are polymers, but not all polymers are plastics. 80. The molecule which has the highest percentage of ionic character among the following is A. HL, B. HF, HCl, D. HBr. Answer B. HF. 81. The number of electrons present in H plus is S0, B1, C2, D3. ഇതിൽ ആൻസർ വരുന്നത് എ ആണ് വരുന്നത്. 0 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ഒരു വെട്ട് പോലെ കൊടുത്തിട്ടുണ്ട് 1 എന്നുള്ളിടത്ത്. 81 ക്വസ്റ്റ്യനിൽ 1 എന്നുള്ളിടത്ത് നമ്മളൊരു വെട്ട് പോലെ കൊടുത്തേക്കുന്നത് ശരിക്കും തെറ്റാണ്. നമ്മൾ തെറ്റി അത് ടിക്ക് ചെയ്താണ്. ശരിക്കും ആൻസർ ഇതിൽ വരുന്നത് A0 ANS എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കറക്റ്റ്. ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ എന്താ പറയുക കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ടിക്ക് ചെയ്ത് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്ര വിജയമായില്ല. എന്നാലും മിക്കതും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇനിയും ഇതുപോലെ തന്നെ എന്താ പറയുക വെട്ടുപോലെ ഇട്ടിട്ടുണ്ട് ഇനിയും ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ. പറഞ്ഞ ദയവേത് ശ്രദ്ധിക്കുക. ANS എന്നുള്ളത് ആൻസർ അത്രേ ഉള്ളൂ.
81. The number of electrons present in H plus is A0, B1, C2, D3. Answer A 0. Answer A 0. 82. The number of moles of solute present in 1 kg of a solvent is called its molality, B molality, C normality, D formality. 82. The number of moles of solute present in 1 kg of a solvent is called its A molality, B molarity, C normality, D formality. Answer A molality. Answer A molality. 83. The octane number 0 is assigned to A 2 methane octane, B 2 heptane, C isoctane, D 3 methyl octane. Answer B N heptane. Answer B N heptane. 84. The oil used in the froth flotation process is A coconut milk, B olive oil, C kerosene oil, D pine oil. 85. The percentage of lead in pencil lead is A 75, B 100, C 25, D O. A 75, B 100, C 25, D 0. Answer D 0. Answer D 0. 86. 86. The principal quantum number determines A. The average distance of the electron from the nucleus. B. The energy of an electron due to its angular momentum. C. The number of electrons that can be shifted to a higher energy level. D. The number of subshells in a shell. And answer A. The average distance of the electron from the nucleus. Answer A. The average distance of the electron from the nucleus. 86. The principal quantum number determines A. The average distance of the electron from the nucleus. B. The energy of an electron due to its angular momentum. C. The number of electrons that can be shifted to a higher energy level. D. The number of subshell in a shell. Answer A. The average distance of the electron from the nucleus. Answer A. The average distance of the electron from the nucleus. 86. The principal quantum number determines A. The average distance of the electron from the nucleus. B. The energy of an electron due to its angular momentum. C. The number of electrons that can be shifted to a higher energy level. D. The number of subshells in a shell. Answer A. The average distance of the electron from the nucleus. 86. The principal quantum number of 86. The principal quantum number determines A. The average distance of the electron from the nucleus. B. The energy of an electron due its angular momentum. C. The number of electrons that can be shifted to a higher energy level. D. Then the number of subshells in a shell.
Answer A. The average distance of the electron from the nucleus. 87. The process aluminothermy involves A. Oxidation of Mn to MnO2. B. Reduction Cr2O3 by Al. C. Reduction of Al to O3 to Al. D. Oxidation of Cr to Cr to O2. 87. The process of aluminothermy involves A. Oxidation of Mn to MnO2. B. Reduction of Cr to O3 by Al. C. Reduction of Al to O3 to Al. D. Oxidation D. Oxidation of Cr to Cr to O2. 87. The process of aluminothermy involves A. Oxidation of Mn to MnO2. B. Reduction of Cr to O3 by Al. C. Reduction of Al to O3 to Al. D. Oxidation of Cr to CrO2. Answer B. Reduction of Cr to O3 by Al. Answer B. Reduction of Cr to O3 by Al. 88. The quantum theory states A. Energy cannot be emitted by a body continuously. B. Energy can be emitted by a body continuously. C. Energy can be emitted only in decreased packets. D. Energy cannot be emitted by a body. Answer C. Energy can be emitted only in discrete packets. 88. The quantum theory was 88. The quantum theory states A. Energy cannot be emitted by a body continuously. B. Energy can be emitted by a body continuously. C. Energy can be emitted only in discrete packets. D. Energy cannot be emitted by a body. Answer C. Energy can be emitted only in discrete packets. 89. The raw material used in making synthetic number is A. Adipic acid. B. Vinyl chloride. C. 1,3-butadiene. D. Xylene. Answer C. 1,3-butadiene. 89. The raw material used in making synthetic rubber is A. Adipic acid. B. Vinyl chloride. C. 1,3-butadiene. D. Xylene. Answer C. 1,3-butadiene. 89. The raw material used in making synthetic rubber is A. Adipic acid. ഒരിക്കൽ കൂടി പറയാം. 89. The raw material used in making synthetic rubber is A. Adipic acid. B. Vinyl chloride. C. 1,3-butadiene. D. Xylene. Answer C. 1,3-butadiene. Answer C. 1,3-butadiene. 90. The smallest particle of a pure substance showing all the properties is A. Always an atom. B. Always a molecule. C. There may be an atom or a molecule. D. A proton. Answer C. May be an atom or a molecule. Answer C. May be an atom or a molecule. 91. The total energy of an electron revolving round the nucleus is A. less than 0. B. 0. C. more than 0. D. more than 0 in some atoms and less than 0 in other atoms. Answer A. less than 0.
91. The total energy of an electron revolving round the nucleus. A less than 0, B 0, C more than 0, D more than 0 in some atoms and less than 0 in other atoms. Answer A less than 0. Answer A less than 0. 92. Which one of the following elements is a Greek word which means ideal or lazy because of its inert nature? A krypton, B helium, C xylon, D argon. 92. Which one of the following elements is a Greek word which means ideal or lazy because of its inert nature? A krypton, B helium, C xylon, D argon. And answer D argon. Answer D argon. 93. The value of L determines A the size of an orbital, B the shape of an electron, C the shape of the orbital in which the electrons is located, D the angular momentum under the influence of a magnetic field. Answer C the shape of the orbital in which the electron is located. 94. The value of C represents A spin of an electron, B shape of an orbital, C size of an orbital, D processing of an electron. Answer A spin of an electron. Answer A spin of an electron. Answer A spin of an electron. 94. The values represents A spin of an electron, B shape of an orbital, C size of an orbital, D position of an electron. അടുത്തത് 95. 95. The value of the azimuthal quantum number for 5 electrons is A0, B1, C2, D3. A0, B1, C2, D3. 95. The value of the azimuthal quantum number of 5 electrons is A1, B1, C2, D3. Answer A 0. Answer A 0. 96. Which of the following is used in the latest quantity for the manufacture of cement? A alumina, B calcium oxide, C gypsum, D silica. Answer B calcium oxide. 96. Which of the following is used in the largest quantity for the manufacture of cement? A alumina, B calcium oxide, C gypsum, D silica. And answer B calcium oxide. Answer B calcium oxide. 88. The quantum theory states A energy cannot be emitted by a body continuously, B energy can be emitted by a body continuously, C energy can be emitted only in
discrete packets. D. Energy cannot be emitted by a body. Answer C. Energy can be emitted only in discrete packets. 89. The raw material used in making synthetic rubber is A. Adipic acid. B. Vinyl chloride. C. 1,3-butadiene. D. Screen. Answer C. 1,3-butadiene. 90. The smallest particle of a pure substance showing all the properties is A. Always an atom. B. Always a molecule. C. Maybe an atom or a molecule. D. A proton. Answer C. Maybe an atom or a molecule. 91. The total energy of an electron revolving around the nucleus is A. less than 0. B. 0. C. more than 0. D. more than 0 in some atoms and less than 0 in other atoms. Answer A. less than 0. And answer A. less than 0. 92. Which one of the following elements is a Greek word which means ideal or lazy because of its inert nature? A. Krypton. B. Helium. C. Xenon. D. Argon. Answer D. Argon. 93. The value of L determines A. the size of an orbital. B. the shape of an electron. C. the shape of the orbital in which the electron is located. D. The angular momentum under the influence of a magnetic field. Answer C. the shape of the orbital in which the electron is located. Answer C. the shape of the orbital in which the electron is located. 94. The value of S represents A. spin of an electron. B. shape of an orbital. C. size of an orbital. D. position of an electron. Answer A. spin of an electron. 95. The value of the azimuthal quantum number for 5 electrons is A0, B1, C2, D3. Answer A0. 96. Which 95 ആണ് ഒരിക്കൽ കൂടി പറയാം. 95. The value of the azimuthal quantum number for 5 electrons is A0, B1, C2, D3. Answer A0. 95. The value of the azimuthal quantum number for 5 electrons is A0, B1, C2, D3. Answer A0. 96. Which of the following is used in the largest quantity for the manufacture of cement? A. alumina. B. calcium oxide. C. gypsum. D. silica. Answer B. calcium oxide. Answer B. calcium oxide. 97. Under what conditions is a chemical reaction likely to be spontaneous? A. increasing energy and decreasing entropy. B. increasing energy and increasing entropy. C. decreasing energy and increasing entropy. D. decreasing energy and decreasing entropy. Answer C. decreasing energy and increasing entropy. Answer C. decreasing energy and increasing entropy. 98. Van der Waals equation explains the behavior of a mixture of gases. B. ideal gas. C. real gas. D. water gas. Answer C. real gas. 98. Van der Waals equation explains the behavior of a mixture of gases. B. ideal gas. C. real gas. D. water gas. Answer C. real gas.
99. Vinegar is prepared by the fuming of date plums. B. Fermentation of rotten grapes. C. Fermentation of ethanol in the presence of air. D. Dehydration of wine. Answer C. Fermentation of ethanol in the presence of air. Answer C. Fermentation of ethanol in the presence of air. 100. Water gas is a mixture of A. CO plus N2, B. CO plus H2, C. CO2 plus H2O, D. CO plus O2. Answer B. CO plus H2. Answer B. CO plus H2. H2. 101. What is enriched uranium? A. Uranium that has been exposed to intense radiation. B. U-235. C. U-238. D. Natural uranium that has been coated with U-235. Answer D. Natural uranium that has been coated with U-235. 101. What is enriched uranium? A. Uranium that has been exposed to intense radiation. B. U-235. C. U-238. D. Natural uranium that has been coated with U-235. Answer D. Natural uranium that has been coated with U-235. 102. What makes water a very convenient medium for chemical reactions and biological processes? A. It has a low specific heat. B. It has a reasonably long temperature range between its freezing point and boiling point. C. It has a greater density as a liquid than when it is in solid state. D. None of this. Answer B. It has a reasonably long temperature range between its freezing point and boiling point. 103. When a reversible reaction attains equilibrium, A. The forward reaction stops. B. The reverse reaction stops. C. Both forward and reverse reactions take place. D. Both forward and reverse reactions stop. Answer C. Both forward and reverse reactions take place. Answer C. Both forward and reverse reactions take place. Then 104. When hydrogen nuclei trap neutrons, they become A. Hydrogen atoms, B. Deuterons, C. Tritium atom, D. Beta rays. Answer B. Deuterons. Answer B. Deuterons. 100. Sorry. 105. When milk turns sour, one of the products formed in it is A. Tartaric acid, B. Lactic acid, C. Citric acid, D. Gluconic acid. Answer B. Lactic acid. Answer B. Lactic acid. 106. When ozone is passed through mercury, it is tailed. This is due to the formation of A. Mercurous oxide, B. Mercuric oxide, C. A mixture of mercurous oxide and mercuric oxide, D. Mercury ozonide. Answer A. Mercurous oxide. Answer A. Mercurous oxide. 107. When two atomic orbitals combine, they form A. One molecular orbital, B. Two molecular orbitals, C. Three molecular orbital, D. Four molecular orbitals. Answer B. Two molecular orbitals. Answer B. Two molecular orbitals. 108. When two or more monomers are polymerized together,
The product is called a mixed polymer, B copolymer, C non-linear polymer, D heteropolymer. Answer B copolymer. 108. When two or more monomers are polymerized together, the product is called a mixed polymer, B copolymer, C non-linear polymer, D heteropolymer. D heteropolymer. Answer B copolymer. 108. When two or more monomers are polymerized together, the product is called a mixed polymer, B copolymer, C non-linear polymer, D heteropolymer. Answer B copolymer. Answer B copolymer. 109. Which among the following can be purified by steam distillation? A phenol, B aniline, C benzoic acid, D nitrophenol. Answer B aniline. Answer B aniline. 110. Which among the following gases is used to manufacture chloroform? Which among the following gases is used to manufacture chloroform? A propane, B ether, C radon, D methane. Answer D methane. Answer D methane. 111. Which cannot be stored in a glass bottle? 111. Which cannot be stored in a glass bottle? A H2SO4, B HBr, C HClO4, D HF. Answer D HF. 112. Which hydrocarbon is formed by the action of sodium and ethyl iodide? A methane, B ethane, C ethylene, D butane. Answer D butane. 112. Which hydrocarbon is formed by the action of sodium on ethyl iodide? A methane, B ethane, C ethylene, D butane. Answer D butane. 113. Which is the strongest oxidizing agent? A iodine, B bromine, C chlorine, D fluorine. 114. Which Italian scientist is credited with the accidental discovery of electricity, which he noticed when he was dissecting a frog? A Volta, B M Faraday, C L Galvani, D Leyden. Which he noticed when he was dissecting a frog? A Volta, B M Faraday, C L Galvani, D Leyden. Answer A Volta. Answer A Volta. 115. Which of the following acids is found in digestive juices? A lactic acid, B tannic acid, C amino acid, D hydrochloric acid. Answer D hydrochloric acid. 115. Which of the following acids is found in digestive juices? A lactic acid, B tannic acid, C amino acid, D hydrochloric acid. Answer D hydrochloric acid. 116. Which of the following acids is used as a dehydrating and drying agent? A acetic, B hydrochloric, C nitric, D sulfuric. Answer D sulfuric. 117. Which of the following characteristics is not typical of ionically bonded crystals? A has no sharp melting point, B cleave into definite cleavage planes, C conducts when melted, D shatters when crystal is distorted. Answer A has no sharp melting point. Answer A has no sharp melting point. 118. Which of the following is not characteristics of a
bond. N bond results from lateral overlap of atomic orbitals. B. A bond may be formed by the overlap of p or d orbitals. C. N bonds are obtained from hybrid orbitals. D. Bonds is formed when a bond already exists. Answer C. Bonds are obtained from hybrid orbitals. Answer C. Bonds are obtained by sorry. Uh, Answer C. N bonds are obtained from hybrid orbitals. 118. Which of the following is not a characteristic of a bond? A bond results from lateral overlap of atomic orbitals. B. A bond may be formed by the overlap of p or d orbitals. C. N bonds are obtained from hybrid orbitals. D. N bonds is formed when a bond already exists. Answer C. N bonds are obtained from hybrid orbitals. Answer C. N bonds are obtained from hybrid orbitals. ഇതിന് നമ്മൾ ഈ സൈൻ വായിച്ചിട്ടില്ല, തെറ്റ് വരുന്ന വെച്ചിട്ട് നമ്മൾ പറയാതിരുന്നത്, അപ്പൊ ദയവേത് ക്ഷമിക്കുക. ഈ 118 ക്വസ്റ്റ്യൻ്റെ അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത 119. Which of the following is not a characteristic of resonance? A. The canonical structures have the constituent atoms in the same relative positions. B. They have nearly the same energy. C. They have the same number of unpaired electrons. D. The actual structure can be represented on paper using the conventional symbols. Answer D. The actual structure can be represented on paper using the conventional symbols. Answer D. The actual structure can be represented on paper using the conventional symbols. 180. Which of the following is not a characteristic of resonance? A. The canonical structures have the constituent atoms in the same relative positions. B. They have nearly the same energy. C. They have the same number of unpaired electrons. D. The actual structure can be represented on paper using the conventional symbols. Answer D. The actual structure can be represented on paper using the conventional symbols. അടുത്ത 120. 120. Which of the following is used for preservation of grains? A. Potassium permanganate. B. Boric acid. C. Sodium chloride. D. Sodium benzoate. Answer D. Sodium benzoate. 121. Which of the following is used for the silvering of mirrors? A. Silver nitrate. B. Zinc nitrate. C. Silver oxide. D. Pitc blendy. Answer A. Silver nitrate. 122. Which of the following statements about the physical properties of metal is not correct? A. All metals are solid except mercury. B. Most metals are hard except sodium and potassium. C. Metals are not malleable. D. Most metals are ductile. Answer C. Metals are not malleable. Answer C. Metals are not malleable. 123. Which of the following statements concerning an electron is false?
123. Which of the following statements concerning an electron is false? A. It is a particle. B. It has a wave property. C. Its path is bent by a magnet. D. It gives out energy while moving in orbitals. Answer D. It gives out energy while moving in orbitals. 124. Which of the following statements is correct? 1. German silver is an alloy of silver, copper and zinc. 2. There is no zinc and brass. 3. Bronze is an alloy of copper and tin. 3. Bronze is an alloy of copper and tin. A. 1, 2 and 3. A. 1, 2 and 3. B. Only 3. C. 1 and 3. D. 1 and 2. Answer B. Only 3. Bronze is an alloy of copper and tin. Answer B. Only 3. Bronze is an alloy of copper and tin. 125. Which of the following statements is not true about diamonds? A. It is the purest form of carbon. B. It is the hardest naturally occurring substance. C. It is a good conductor of electricity. D. Artificial diamonds can be prepared by subjecting a solution of pure carbon in iron to very high pressures and temperatures. Answer C. It is a good conductor of electricity. 126. Which of the following statements is not true about ozone? A. It is an allotrope of oxygen. B. It is formed in atmospheric air by the action of UV rays on atmospheric oxygen. C. It is lighter than oxygen. D. It is very vital for life on Earth. Answer C. It is lighter than oxygen. Answer C. It is lighter than oxygen. 127. Which of the following statements is not true in regard to filling up of orbitals of the ground state of an atom? A. The electrons enter the various orbitals in the order of increasing energy. B. Electron pairing in any orbital is not possible until all the available orbitals of a given set contain one electron each. C. An orbital can contain more than 2 electrons. D. Electrons prefer to enter the subshell, which whereby gets either completely filled or just half filled. 127. Which of the following statements is not true in regard to filling up of orbitals of the ground state of an atom? A. The electrons enter the various orbitals in the order of increasing energy. B. Electron pairing in any orbital is not possible until all the available orbitals of a given set contain one electron each. C. An orbital can contain more than 2 electrons. D. Electrons prefer to enter the subshell, which whereby gets either completely filled or just half filled. 127. Which of the following statements is not true in regard to filling up of orbitals of the ground state of an atom? A. The electrons enter the various orbitals in the order of increasing energy. B. Electron pairing in any orbital is not possible until all the available orbitals of a given set contain one electron each. C. C. An orbital can contain more than 2 electrons.
D. Electrons prefer to enter the subshell, which whereby gets either completely filled or just half filled. Answer C. An orbital can contain more than 2 electrons. Answer C. An orbital can contain more than 2 electrons. അപ്പം നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ലെവൽ 4 ആണ് പറയാനുള്ളത്. അപ്പം ലെവൽ 4ൽ 1 മാച്ച് ദ ഫോളോയിങ്, ലിസ്റ്റ് 1, ലിസ്റ്റ് 2, A sulfuric acid, B ammonia, C sulfur, codes, 2 match the following, list 1, list 2, A tin, B copper, D C silver, D gold, codes, 3 match the following, list 1, A sodium bicarbonate, B calcium carbonate, C potash, D calcium hypochlorite, codes, 4 match the following, A carbon dioxide, B chlorine, C hydrogen, D nitrous oxide, codes. പിന്നെ 5 മാച്ച് ദ ഫോളോയിങ്, 6 ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവേണ്. 6 മാച്ച് ദ ഫോളോയിങ്, 7 മാച്ച് ദ ഫോളോയിങ്, പിന്നെ 8 മാച്ച് ദ ഫോളോയിങ്, പിന്നെ 9 മാച്ച് ദ ഫോളോയിങ്, 10 മാച്ച് ദ ഫോളോയിങ്, 11 മാച്ച് ദ ഫോളോയിങ്, 12 match the following, 13 match the following, 13 match the following, 14 match the following columns. ഇതോടുകൂടി അവസാനിക്കുകയാണ് ജനറൽ സയൻസ് കെമിസ്ട്രിയില ലെവൽ 4ഉം അവസാനിക്കുകയാണ്. അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മൊത്തത്തിലങ്ങ് അവസാനിക്കുകയാണ്. ഇവിടെ വരെ ഉള്ളൂ. പിന്നെ ഇത് ആൻസേഴ്സ് ആണ്, ഞാൻ പറഞ്ഞ പ്രിന്റഡ് ആൻസേഴ്സ്. ഈ കൊടുത്തേക്കുന്നതാണ് നമ്മൾ ഇത്രയും ക്ലാസ് എടുത്തതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ആണ്. ഇത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ ഇതാണ് ചെയ്യുന്നത്. ഇത് മൊത്തം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പ്രിന്റഡ് ആയിട്ടുള്ള ഈ ആൻസേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഫിസിക്സ് ആണ് ഇനി അടുത്ത ചാപ്റ്റർ. ഇനി ഞാൻ ക്യാമറ ഈ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 3 ഫിസിക്സ്, ഇൻട്രൊഡക്ഷൻ, ഫിസിക്കൽ കോൺസ്റ്റൻസ്, ടേബിൾ 3.1 ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ കോൺസ്റ്റൻസ്, കോൺസ്റ്റൻറ്റ് സിമ്പൽ, വാല്യൂ ഇൻ SI യൂണിറ്റ്സ്, ക്വാണ്ടിസേഷൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ബ്രോഡ് കാറ്റഗറീസ് ഓഫ് ഫിസിക്സ്, ക്വാണ്ടം ഫീൽഡ് തിയറി, മൈക്രോ ആൻഡ് മാക്രോ ഫിസിക്സ്, മേജർ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, അക്യോസ്റ്റിക്സ്, ആറ്റോമിക് ഫിസിക്സ്, ബയോഫിസിക്സ്, ക്രയോജെനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഫ്ലൂയിഡ് ഫിസിക്സ്, ജിയോഫിസിക്സ്, ഹെൽത്ത് ഫിസിക്സ്, മാത്തമാറ്റിക് ഫിസിക്സ്, മെക്കാനിക്സ്, മോളിക്കുലർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഒപ്റ്റിക്സ്, പാർട്ടിക്കിൾ ഫിസിക്സ്, പ്ലാസ്മ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, തെർമോഡൈനാമിക്സ്. ഇന്റർനാഷണൽ സിസ്റ്റം, ടേബിൾ 3.2 7 ബേസിക് SI യൂണിറ്റ്സ്, ടേബിൾ 3.2 7 ബേസിക് SI യൂണിറ്റ്സ്, ബേസിക് യൂണിറ്റ്, ക്വാണ്ടിറ്റി, സിമ്പൽ, ഇയർ ഓഫ് അഡോപ്ഷൻ, ടേബിൾ 3.3 കോമൺ ഡെറൈവഡ് യൂണിറ്റ്സ്, ക്വാണ്ടിറ്റി, ഡെഫിനിഷൻ ഓഫ് ക്വാണ്ടിറ്റി യൂണിറ്റ്സ്, മെക്കാനിക്സ്, കൈനമാറ്റിക്സ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. പിന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫോളോയിങ് ആർ സം നോട്ടബിൾ ഫാക്ട്സ് അബൌട്ട് വെലോസിറ്റി, components of velocity, average velocity,
കൈനമാറ്റിക്സിൽ ഫിഗർ 3.1 ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് വെലോസിറ്റിയിൽ ഫിഗർ 3.2 കമ്പോണൻസ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഫിഗറും കൂടി ഉണ്ട്. ആവറേജ് ഫിഗർ 3.3 ആവറേജ് വെലോസിറ്റി. കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫിസിക്സ്. മീറ്റർ ദ സോഴ്സ് ഓഫ് ഓൾ മെട്രിക് യൂണിറ്റ്സ്. മീറ്റർ ദ സോഴ്സ് ഓഫ് ഓൾ മെട്രിക് യൂണിറ്റ്സ്. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി കുറഞ്ഞ് വരെയാണ്, അത് കാരണമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. CGS system acceleration. Properties of acceleration are as follows. SI systems a coherent system. Average acceleration. Freely falling bodies. Type of motion. Motion with uniform velocity. Figure 3.4 motion with uniform velocity. Motion with change in velocity. Figure 3.5 motion with change in velocity. Equations for motion with uniform acceleration. Velocity time graphs. Velocity time graphs. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ദയവേത് ക്ഷമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ എടുത്ത് പറഞ്ഞ CSIT എന്നുള്ള രീതിയിൽ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള പ്രത്യേകം പറയണം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരിട്ട് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം പറയാണ്. നമ്മൾ കുറേ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇപ്പം ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പല രീതിയിലായിട്ടാണ് നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത്ര നാളുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവേദിട്ട് നിങ്ങൾ എല്ലാ വീഡിയോസും വാച്ച് ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിന് എടുക്കണമെന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. ഇപ്പോൾ സമയം 3 മണി ആവുകയാണ് രാത്രി. 20-ാം തീയതിയാണ്, 20/6/2024. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ CSITയുടെ വീഡിയോ നല്ല രീതിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിലോട്ട് CSIT എന്നുള്ള എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് ഹെൽപ്പ്ഫുൾ ആകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പം നല്ല CSIT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSIT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.